നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ വീഡിയോ ചെയ്യുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട്, പക്ഷേ സിനിമയിൽ വേറൊരു പ്രശ്നമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിൽ താരസംഘടന അമ്മയും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയുമായും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയൻ ചേർത്തല ഒരു പ്രസ്താവന നടത്തിയിരുന്നു. താരസംഘടനയുടെ ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയ്ക്ക് മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടന ഒരു വാർത്താസമ്മേളനത്തിൽ വിളിച്ച് താരസംഘങ്ങൾക്കെതിരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു ജയൻ ചേർത്തല ഒരു പ്രസ്താവന മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. താരസംഘടനയായ അമ്മയ്ക്ക് നിർമ്മാതാക്കൾ സംഘടന 1 കോടി രൂപ നൽകാനുണ്ടെന്നായിരുന്നു ജയൻ ചേർത്തല അന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രശ്നമുണ്ടായത്. നമുക്കറിയാം, താരസംഘടന അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഷോ നടത്താൻ തീരുമാനിച്ചു. താരസംഘടന അമ്മ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒരു ഷോ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ആ ഷോ ഖത്തറിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും പിന്നീട് ഖത്തറിൽ ഷോ മുടക്കി പോവുകയും ചെയ്തു. അതിനുശേഷം മഴവിൽ മനോരമയുമായി ചേർന്ന് ഒരു ഷോ നടത്തുകയും ചെയ്തു. ആ ഷോ അതിൻ്റെ ശതമാനക്കണക്ക് 40-60 എന്നുള്ള ശതമാനക്കണക്കായിരുന്നു. ഇത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അമ്മ ഇടപെട്ട് തന്നെ വാങ്ങിക്കൊടുക്കുന്ന നിലയിലേക്കാണ് പോയിരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു പ്രസ്താവന ജയൻ ചേർത്തല താരസംഘടനയായ അമ്മയ്ക്ക് 1 കോടി രൂപ ഇപ്പോഴും നൽകാനുണ്ട് എന്ന് ജയൻ ചേർത്തല അന്ന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. എന്നാൽ അത് അങ്ങനെ കൊടുക്കാനില്ല എന്നും നിർമ്മാതാക്കളുടെ സംഘടനയുടെ രാകേഷ് ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ പറയുകയും ഒരു പ്രസ്താവനയായിട്ട് പറയുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം, ലിസ്റ്റ് സ്റ്റീഫൻ ട്രഷറായ ലിസ്റ്റ് സ്റ്റീഫൻ ഒരു വാർത്താസമ്മേളനം ഇത് എമ്പുരാൻ്റെ വിഷയമായി ഒരു വാർത്താസമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ ഒരു ചോദ്യത്തിന് പറഞ്ഞു, താരസംഘടനയ്ക്ക് പൈസ ഒന്നും നൽകാനില്ല, താരസംഘടനയ്ക്ക് തിരിച്ചു വന്നില്ല, താരസംഘടനയ്ക്ക് പൈസ ഞങ്ങൾ തിരിച്ചു നൽകിയെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാനില്ല എന്നല്ല, ഇങ്ങനെയൊരു സംഭവമില്ല എന്ന് രാകേഷ് പറഞ്ഞപ്പോൾ അത് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ജയൻ ചേർത്തല മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ജയൻ ചേർത്തല പറഞ്ഞത് സത്യമല്ല എന്ന് കാണിച്ചുകൊണ്ട് ജയൻ ചേർത്തലയ്ക്ക് ഒരു വക്കീൽ നോട്ടീസ് അന്ന് തന്നെ നിർമ്മാതാക്കളുടെ സംഘടന അയച്ചു. ആ വക്കീൽ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നായിരുന്നു. മറുപടി നൽകണമെന്നും മാധ്യമങ്ങളിലൂടെ തന്നെ മാപ്പ് അപേക്ഷിക്കണമെന്നും പരസ്യമായി സംഘടന അവഹേളിച്ചതിന് മാപ്പ് പറയണമെന്നായിരുന്നു അന്ന് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ആ വക്കീൽ നോട്ടീസിന് മറുപടി നൽകാതെ ഇരിക്കുകയും മാപ്പ് അപേക്ഷിക്കാതിരിക്കുകയും മാധ്യമങ്ങളുടെ മാപ്പ് പറയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CGM കോടതിയിലാണ്. എറണാകുളം CGM കോടതിയിൽ പരാതി നൽകി കഴിഞ്ഞു. ആ പരാതിയിൽ പറയുന്ന അസോസിയേഷനെ മാധ്യമങ്ങളുടെ അവഹേളിച്ചതിനെതിരെയാണ് പരാതി. ജയൻ ചേർത്തല പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് അസോസിയേഷൻ ഇതിനു മുമ്പ് കത്ത് നൽകിയിരുന്നു. ആ കത്തിന് മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു കേസുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. വിവിധ ഷോകളിലൂടെ അമ്മ 1 കോടിയോളം രൂപ പ്രൊഡ്യൂസർ അസോസിയേഷൻ നൽകിയെന്നും ജയൻ ചേർത്തല പറഞ്ഞിരുന്നു. എന്നാൽ അമ്മയും നിർമ്മാതാക്കളും നടത്തിയ ഷോ വ്യക്തമായ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും അതിൽ വരുമാനം പങ്കിടാൻ കരാറുണ്ടായിരുന്നുവെന്നും ഇത് അമ്മയുടെ സഹായമില്ലായിരുന്നുവെന്നുമാണ് നിർമ്മാതാക്കളുടെ സംഘടന വക്കീൽ നോട്ടീസിൽ പറയുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന അമ്മ സംഘടനയ്ക്ക് 1 കോടി രൂപ നൽകാനുണ്ടെന്ന് ജയൻ ചേർത്തല ആരോപണം നിർമ്മാതാക്കളുടെ സംഘടന തള്ളിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ജയൻ ചേർത്തല അന്ന് പറഞ്ഞത് താരസംഘടനയ്ക്ക് വേണ്ടി ഒരു ജയൻ ചേർത്തല അന്ന് പറയുകയായിരുന്നു. താരസംഘടനയ്ക്ക് വേണ്ടി ജയൻ ചേർത്തല ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ജയൻ ചേർത്തലയെ താരസംഘടന ചുമതലപ്പെടുത്തുകയും ജയൻ ചേർത്തല കൊല്ലത്ത് ഷൂട്ട് നടക്കുമ്പോൾ അവിടെ വെച്ചാണ് മാധ്യമങ്ങളെടുത്ത് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. അന്ന് തന്നെ ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ ജയൻ ചേർത്തല പിന്തുണയായി വന്നു. ബാബുരാജ് നമ്മളുടെ ഫോൺ സംഭാഷണത്തിൽ ജയൻ ചേർത്തലയ്ക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് കാണിച്ച് കേസ് കൊടുത്തപ്പോൾ ഞാനിപ്പോൾ അമ്മ താരസംഘടനയുമായി ബന്ധപ്പെട്ടപ്പോൾ താരസംഘടന പറയുന്നത് ജയൻ ചേർത്തലയ്ക്ക് പൂർണ്ണ പിന്തുണ ഇപ്പോഴും താരസംഘടന നൽകുന്നു. കാരണം ജയൻ ചേർത്തല അന്ന് പറഞ്ഞത് താരസംഘടനയ്ക്ക് വേണ്ടിയാണ്, ജയൻ ചേർത്തല ഒരു അഭിപ്രായമല്ല, താരസംഘടനയ്ക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പൂർണ്ണമായും ജയൻ ചേർത്തലയ്ക്ക് സപ്പോർട്ട് ചെയ്യും. ജയൻ ചേർത്തലയ്ക്ക് കേസ് നടത്താനുള്ള അഡ്വക്കേറ്റ് അഭിഭാഷകനെ വെച്ചു കൊടുക്കും. ജയൻ ചേർത്തല ഏതറ്റം വരെ പോയാലും ജയൻ ചേർത്തലയോടൊപ്പം നിൽക്കുമെന്ന് താരസംഘടനയും ഔദ്യോഗികമായി ഇപ്പോൾ ഞാൻ ഫോണിൽ സംഭാഷണം നടത്തിയപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഒരു പ്രശ്നങ്ങൾ, ഒരു താരസംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയുമായ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ ദൂഷ്യത്തിലേക്ക് തന്നെ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരു സംഘടനാ വിരുദ്ധ പ്രശ്നങ്ങളുമായി പോകാതിരിക്കുന്നതാണ് ഇരു കൂട്ടർക്കും നല്ലതെന്നാണ് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കുന്ന നിലയിലേക്കാണ് സംഘടന തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ജയൻ ചേർത്തലയ്ക്കെതിരെ ഇപ്പോൾ CGM കോടതിയിൽ പരാതി നൽകി 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന രാകേഷാണ്, ജനറൽ സെക്രട്ടറിയാണ്, പരാതിയുമായി മുന്നോട്ട് പോയ അഭിഭാഷകൻ മുഖേന പരാതി ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു. ഈ കോടതിയിലെത്തിയ പരാതി എന്തായാലും ജയൻ ചേർത്തലയെ വിളിക്കുമ്പോൾ ജയൻ ചേർത്തലന് പൂർണ്ണമായി ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഭിഭാഷകനെ വെച്ച് നൽകിക്കൊണ്ട് തന്നെ വാദം നടത്താനാണ് അമ്മ സംഘടനയുടെ തീരുമാനം.
വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.